നമസ്കാരം. കോൺഗ്രസ് പാർട്ടിയുടെ കോൺഗ്രസ് കുടുംബത്തിന്റെ സ്വകാര്യ സ്വത്താണോ രാജ്യത്തിന്റെ ഭരണഘടന? ഇന്ത്യയിലെ ഓരോ പൗരനും ചോദിക്കുവാൻ ആഗ്രഹിച്ച ആ ചോദ്യം സർവ്വധൈര്യത്തോടെ ചുറുചുറുക്കോടെ പാർലമെന്റിൽ വെച്ച് തുറന്ന് ചോദിച്ചിരിക്കുകയാണ് സാക്ഷാൽ അമിത്ഷാ. എന്നാൽ ചോദ്യം കേട്ട് ഉത്തരം മുട്ടി എന്ന് മാത്രമല്ല, വാദിയെ പ്രതിയാക്കുവാനുള്ള സർവ്വ നീക്കങ്ങളും നടക്കുന്നുമുണ്ട്. പക്ഷേ ഉത്തരം പറഞ്ഞേ പറ്റൂ കോൺഗ്രസെ. കാരണം ഇതിന് മറുപടി കിട്ടേണ്ടത് ഓരോ ഇന്ത്യക്കാരനുമാണ്. എന്തായാലും പാർലമെന്റിൽ നടന്ന സംഭവ വികാസങ്ങളെ ഒരു മറയും കൂടാതെ, പൊടിപ്പും തൊങ്ങലും ചേർക്കാതെ, വെള്ളം ചേർക്കാതെ നമുക്ക് മനസ്സിലാക്കാം. ഭാരതത്തിന്റെ ഭരണഘടന നിലവിൽ വന്നതിന് 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രത്യേക ചർച്ച കഴിഞ്ഞ ദിവസം പൂർത്തിയായപ്പോൾ 140 കോടി പൗരന്മാർക്ക് മുന്നിൽ തൊലി ഉരിഞ്ഞു നിൽക്കുകയാണ് സാക്ഷാൽ കോൺഗ്രസ് പാർട്ടി. ജവഹർലാൽ നെഹ്റു മുതൽ ഇളമുറയിലെ രാഹുൽ ഗാന്ധി വരെ ഭരണഘടനയോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടും ചെയ്തു കൂട്ടിയതത്രയും തുറന്നടിക്കുകയായിരുന്നു അമിത്ഷാ. എല്ലാം എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ തലകുനിക്കുവാനല്ലാതെ അവർക്ക് വ്യക്തമായ ഒരു മറുപടിയും ഇല്ലായിരുന്നു. 6 മാസങ്ങൾക്ക് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രചാരണ വിഷയമായിരുന്ന ഭരണഘടന അവരുടെ കയ്യിലിരുന്ന് പൊള്ളുന്ന കാഴ്ച ലോകസഭയിലും രാജ്യസഭയിലും കാണാനായി. അതെ, രാജ്യസഭയിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാഹുൽ ഗാന്ധിയുടെ കയ്യിലുള്ളത് ഭരണഘടനയുടെ ശൂന്യമായ പകർപ്പാണെന്നും കോൺഗ്രസ് കാണിക്കുന്നത് രാജ്യത്തോടുള്ള വഞ്ചനയാണെന്നും അമിത്ഷാ തുറന്നടിച്ചു. ഭരണഘടന രൂപീകൃതമായതുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ നടന്ന ചർച്ചകൾക്കിടയിലാണ് അമിത്ഷാ കോൺഗ്രസിനെ രൂക്ഷമായും വിമർശിച്ചത്. 55 വർഷത്തിനിടെ 77 ഭേദഗതികളാണ് കോൺഗ്രസ് ഭരണഘടനയിൽ വരുത്തിയതെന്ന് അമിത്ഷാ തുറന്നടിച്ചു. 16 വർഷത്തിനിടെ 22 ഭേദഗതികൾ മാത്രമാണ് BJP പ്രാബല്യത്തിൽ വരുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിലെ ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഏത് പാർട്ടിയാണ് ഭരണഘടനയെ മാനിക്കുന്നതെന്നും ഏത് പാർട്ടിയാണ് ഭരണഘടനയെ പരിഹസിക്കുന്നതെന്നും ഈ പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നതോടെ ജനങ്ങൾക്ക് മനസ്സിലാകും. ഭരണഘടനയെ സ്വകാര്യ വകയായാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. പൗരന്മാരെ ശാക്തീകരിക്കുന്നതിലും ഭരണം മെച്ചപ്പെടുത്തുന്നതിലുമാണ് BJP എന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി 55 വർഷത്തിനിടെ 77 ഭേദഗതികളാണ് കോൺഗ്രസ് വരുത്തിയതെന്നും അമിത്ഷാ തുറന്നടിച്ചു. ജനങ്ങളുടെ അധികാരം ഇല്ലാതാക്കാനും അന്വേഷണം നേരിടാതിരിക്കാനുമായി കോൺഗ്രസ് 4 തവണ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി. എന്നാൽ രാജ്യത്തിന്റെ സമഗ്രമായ ഭാവി മുന്നിൽ കണ്ടാണ് BJP ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ലോകത്തെ ഏറ്റവും മികച്ചതും സമഗ്രവുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഭരണഘടനയിൽ ഭേദഗതി വരുത്തി വനിതാ സംവരണം കൊണ്ടുവന്നതും മുത്തലാഖ് നിർത്തലാക്കിയതും BJP-യാണ്. ഇന്ത്യ ഇന്ന് സമ്പദ് വ്യവസ്ഥയിൽ 5ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു. രാജ്യത്തിന്റെ നല്ല ഭാവി മാത്രം ലക്ഷ്യം വെച്ചാണ് BJP ഭേദഗതികൾ വരുത്തിയത്. BJP ഭരണത്തിന്റെ കീഴിൽ വരുത്തിയ പ്രധാന ഭേദഗതികൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അതായത് 102ാം ഭേദഗതി 2018-ലാണ് ഇത് കൊണ്ടുവന്നത്. പിന്നാക്ക സമുദായങ്ങൾക്ക് മെച്ചപ്പെട്ട പ്രാതിനിധ്യവും അവകാശങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷന് ഭരണഘടനാ പദവി നൽകി. അടുത്തത് 102ാം ഭേദഗതി 2018-ൽ തന്നെ. പിന്നാക്ക സമുദായങ്ങൾക്ക് മെച്ചപ്പെട്ട പ്രാതിനിധ്യവും അവകാശങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷന് അഥവാ NCBCക്ക് ഭരണഘടനാ പദവി നൽകി. അടുത്തത് 103ാം ഭേദഗതിയാണ് 2019-ലാണ് കൊണ്ടുവന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലും സർക്കാർ ജോലികളിലും 10% സംവരണം ഏർപ്പെടുത്തി. സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിച്ചു. രാഷ്ട്രീയ നേട്ടത്തിനായി കോൺഗ്രസ് എങ്ങനെയാണ് അടിസ്ഥാന ഭരണഘടനാ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയതെന്നും പ്രത്യേക ഭേദഗതികൾ എടുത്തു കാണിച്ചുകൊണ്ട് അമിത്ഷാ വിശദീകരിക്കുന്നു. അടുത്തത് 1ാം ഭേദഗതി ജൂൺ 18, 1951 ജവഹർലാൽ നെഹ്റു വരുത്തിയ ആദ്യത്തെ ഭേദഗതി. ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ വെട്ടിച്ചുരുക്കുന്നു. 24ാം ഭേദഗതി നവംബർ 5, 1971 ഇന്ദിരാഗാന്ധി വരുത്തിയ ഈ ഭേദഗതി പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ കുറയ്ക്കുന്നതിനായി പാർലമെന്റിനെ അധികാരപ്പെടുത്തി. അടുത്തത് 39ാം ഭേദഗതി ഓഗസ്റ്റ് 10, 1975 രാഷ്ട്രീയ നേതൃത്വത്തെ സംരക്ഷിക്കുന്നതിനായി അടിയന്തരാവസ്ഥ കാലത്ത് നടപ്പാക്കിയ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പിനെ ജുഡീഷ്യൽ സൂക്ഷ്മ പരിശോധനയിൽ നിന്നും ഒഴിവാക്കുന്നു. രാജ്യത്തെ ഒന്നിപ്പിക്കാൻ സർദാർ വല്ലഭായ് പട്ടേൽ നടത്തിയ ശ്രമങ്ങൾക്ക് നന്ദി. ഇന്ത്യയിൽ ജനാധിപത്യം വിജയിക്കില്ലെന്ന് പറഞ്ഞവരോട് എനിക്ക് ഇത്രമാത്രമേ പറയാനുള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75 വർഷമായി. നമ്മുടെ ജനാധിപത്യം ആഴങ്ങളിലേക്ക് വളർന്നു. ഈ ഭരണഘടനയ്ക്ക് പല സ്വേച്ഛാധിപതികളുടെയും ധാർഷ്ട്യത്തെ തകർത്തുകളഞ്ഞ ചരിത്രവുമുണ്ട്. ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള വ്യവസ്ഥ ഭരണഘടനയിൽ തന്നെയുണ്ട്. സ്വേച്ഛാധിപത്യത്തിന്റെ അഹങ്കാരം ജനങ്ങൾ തകർത്ത് കളഞ്ഞു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലത്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കാൻ കോൺഗ്രസ് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത്.
ഇന്ത്യക്ക് സാമ്പത്തികമായി സ്വതന്ത്രരാകാൻ കഴിയില്ലെന്ന് പറഞ്ഞവർക്ക് രാജ്യത്തെ ജനങ്ങളും ഭരണഘടനയും തക്കതായ മറുപടി നൽകി. അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ന് നമ്മുടെ രാജ്യം. നമ്മൾ ബ്രിട്ടനെയും പിന്നിലാക്കി. അമിത്ഷായുടെ വാക്കുകളാണിത്. കൂടാതെ രാഹുൽ ഗാന്ധി കൈവശം വെച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ശൂന്യമായ പകർപ്പാണെന്നും അമിത്ഷാ ആരോപിക്കുന്നു. ഒരു പാർട്ടി ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നടത്തുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് ഈ നീക്കം. BJPക്ക് ഒരു MP മാത്രമായിരുന്നുവെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണത്തെ പിന്തുണയ്ക്കുന്നില്ല. മുസ്ലിം വ്യക്തി നിയമത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ എന്നും വ്യക്തമാക്കണം. മുസ്ലിം വ്യക്തി നിയമം കൊണ്ടുവന്നതാണ് ഈ രാജ്യത്ത് പ്രീണന രാഷ്ട്രീയത്തിന്റെ തുടക്കമാണ്. അമിത്ഷാ തുറന്നടിക്കുന്നു. എന്തായാലും ഈ ചർച്ചയോടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി ഇനി അങ്ങോട്ടും ഇതുപോലെ തന്നെ മൗനം തുടരുമായിരിക്കും. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയുവാനോ ചെയ്യുവാനോ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. വെറുമൊരു അധികാര കസേര എന്നതിനപ്പുറം അവർ രാഷ്ട്രീയത്തിൽ നിന്നും മറ്റൊന്നും ലക്ഷ്യമിടുന്നുമില്ല. അത് ശ്രീ അമിത്ഷായുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം.